ഗായ്സ്, ഞാൻ ഇപ്പൊ ഒരു കാന്താര ടൂ കണ്ട് ഇറങ്ങിയുള്ളൂ. എന്റെ മോനെ, ഇതെന്താ പടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂസ് ബംസ് ആയിട്ടേ ഇപ്പൊ അതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുക. ഞാൻ ഇപ്പൊ ഇനി റൂമിൽ പോകണമെന്നുള്ള മൈൻഡ്, കാരണം പടം കണ്ട് സ്റ്റക്കായി നിൽക്കുക. വീണ്ടും കയറിയാന്നുള്ളൊരു മൈൻഡ്. പിന്നെ കയ്യിൽ പൈസ ഇല്ലാത്തവരും കയറില്ല, അത് വേറെ കുറവാണ്. പക്ഷേ എന്തൊക്കെ കാണിച്ചു ചെയ്യണേ, മേക്കിംഗ് ആവട്ടെ, എന്തൊക്കെ ടോപ്പ് നോച്ച് പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വന്നിട്ടേ, രോമാഞ്ചം പോയിട്ടില്ല ഇവിടുന്ന്. ഷെട്ടി ബ്രദേഴ്സിലെ ഏറ്റവും കൂടുതൽ ഋഷഭ് ഷെട്ടി എന്നാണ് പിന്നെ തെളിയിച്ചു. എൻ്റെ മോനെ, പുള്ളിയൊക്കെ വേറെ ലെവല്. പുള്ളിയുടെ ചില സാധനങ്ങളുണ്ട്, കാന്താരെ കണ്ട ആ സാധനത്തിൻ്റെ ത്രിബിളും മടങ്ങായിട്ടാ പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെ നമ്മുടെ ആശാൻ ജയറാം, അപ്പൂപ്പ തെലുങ്ക് പടത്തിൽ പോയി കത്തി റോള് ചെയ്ത് ഊക്ക് വാങ്ങിച്ച ക്യാരക്ടറല്ല, പക്കാ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വരും. കാരണം നമ്മൾ പുള്ളീനെ കണ്ടിട്ടുള്ളത് ആ രീതിയിൽ നായകനായിട്ടല്ലേ. അതിനുശേഷം പുള്ളി കുറേ സ്ഥലത്ത് പോയി ഒരു ജാതി ഊള പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് വൺ ഷോ ആയി നടക്കായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് കിട്ടിയ കിടിലൻ റോള്, കാരണം പാനിന്തിനായിട്ട് ഒരു ഗംഭീര തിരിച്ചുവരവ്. പിന്നെ റുക്മിണി വസന്ത് ക്യൂട്ട്നെസ് പൂക്കിയായിട്ടൊക്കെ ഉണ്ടായ കൊച്ചിനെ പിടിച്ചിട്ട് ഗംഭീര റോള് കൊടുത്തപ്പോൾ പെർഫോമൻസ് കൊണ്ടായാലും എല്ലാം കൊണ്ടും പെർഫോമൻസ് ഗംഭീര റോള്. എല്ലാവരും എടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ, ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. OTT ഇരുന്ന് കാണാണ്ട് പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുക. കിടിലൻ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കിടിലൻ എക്സ്പീരിയൻസ് കിട്ടും.